സൈഗതം ബുക്സ് പ്രസിദ്ധീകരിച്ച PK അനിൽകുമാറിന്റെ മീരയുടെ പെണ്ണുങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണല്ലോ ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമ്മൾക്ക് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് സാറാണ്. വയലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാനായ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിവർത്തന പുരസ്കാരത്തിന് അർഹയായ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ R. പാർവതി ടീച്ചറാണ് ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷനായിട്ട് നമ്മോടൊപ്പമുള്ളത് S. രാഹുലാണ്. പൂക്കാസയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാനായി നമ്മോടൊപ്പമുള്ളത് എഴുത്തുകാരനും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല അധ്യാപകനുമായ നൗഫലാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. അധ്യക്ഷനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ടോണി മോറിസൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. നിങ്ങൾ വായിക്കുന്ന പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം അത് മറ്റാരും എഴുതുന്നില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ എഴുതുക എന്നുള്ളതാണ്. KR മീരയോട് ഒരിക്കലൊരു അഭിമുഖത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ തുടക്കമായി മീര പറഞ്ഞു തുടങ്ങുന്ന വാചകവും ഇതുതന്നെയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടാതെ പോകുന്ന, നമ്മുടെ ഓർമ്മകളിൽ പെട്ടെന്ന് എത്തപ്പെടാതെ പോകുന്ന, മറഞ്ഞു പോകുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടരുകളിലേക്ക് അടയാളപ്പെടുത്തി വെച്ച ഒരു എഴുത്തുകാരിയാണ് KR മീര. നിരവധി കഥാപാത്രങ്ങൾ KR മീരയുടെ സ്ത്രീ കഥാപാത്രങ്ങളിൽ എടുത്തടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചരിത്രപരമായി അടയാളപ്പെടുന്ന, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വൃദ്ധയും പുതിയതായി കല്യാണം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയും തമ്മിലുള്ള വലിയൊരു ഇഴയെടുപ്പം ഓർമ്മയുടെ ഞരമ്പിൽ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളുടെ ഇടയിൽ മാത്രം സാധ്യമാകുന്ന ചില കമ്മ്യൂണിക്കേഷനുകൾ അതിനിടയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ KR മീരയുടെ കഥകളിലെ, നോവലുകളിലെ, ഓർമ്മകളിലെ, എഴുത്തുകളിലെ സ്ത്രീകളെ എടുത്തടയാളപ്പെടുത്തിക്കൊണ്ട് ആ കഥാപാത്രങ്ങളെ ചരിത്രപരമായി അവരുടെ സമകാലിക ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അവർ അടയാളപ്പെടുന്നത് എന്ന ഒരു അന്വേഷണമാണ് PK അനിൽകുമാർ രചിച്ച മീരയുടെ പെണ്ണുങ്ങൾ എന്ന പുസ്തകം. ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം വളരെ പ്രധാനപ്പെട്ട വർത്തമാനങ്ങൾ, ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ആദ്യമായി ഈ ചടങ്ങിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി മാധ്യമപ്രവർത്തക R. പാർവതി ദേവിയെയും ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനായി വയലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാനും നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനുമായിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ S. രാഹുൽ, ആദരണീയായ ശ്രീമതി R. പാർവതി ദേവി, സംഗീത ജസ്റ്റിൻ, PK അനിൽകുമാർ, പ്രിയപ്പെട്ട നൗഫൽ, ഈ അക്ഷര സായാഹ്നത്തിലെ പ്രിയരെ, PK അനിൽകുമാറിൻ്റെ മീരയുടെ പെണ്ണുങ്ങൾ എന്ന ഇതിനോടകം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ പ്രകാശനം ആണ് നടന്നു കഴിഞ്ഞത്. ബെൽ ഹൂക്സ് എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ഗ്ലോറിയ വാറ്റ്കിൻസ് ആണ് സത്യത്തിൽ ഈ സമകാലിക ലോകത്തിൻ്റെ സാഹചര്യത്തിൽ സ്ത്രീപക്ഷ രചനകൾക്ക് നവാധ്യായങ്ങൾ രചിക്കുന്നവരിൽ മുൻപന്തിയിലുള്ളത്. ഗ്ലോറിയ വാറ്റ്കിൻസ് എന്നാണ് പേരെങ്കിലും ബെൽ ഹൂക്സ് എന്നുള്ളതാണ് നമുക്കെല്ലാം അവരുടെ രചനകളെ പരിചയപ്പെടാൻ കൂടുതൽ എളുപ്പം.
അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീർഷകം ഫെമിനിസം ഈസ് ഫോർ ഓൾ എന്നുള്ളതാണ്. സ്ത്രീപക്ഷ രചനയോ സ്ത്രീപക്ഷ ചിന്തയോ സ്ത്രീപക്ഷ വായനയോ സ്ത്രീപക്ഷ വർത്തമാനമോ സ്ത്രീകളുടേത് മാത്രമല്ലാതാകുമ്പോഴാണ് സത്യത്തിൽ സ്ത്രീ എന്ന വാക്കിൻ്റെ പൂർണിമയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത്. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആര് എന്ന ചോദ്യത്തിനും പലപ്പോഴും ചില വായനകളിൽ പുരുഷ രചയിതാക്കൾ എന്ന ഉത്തരം കണ്ടെത്താറുള്ളതും അതുകൊണ്ടൊക്കെ തന്നെ. എല്ലാ ഭാഷയിലും ഒരുപാട് വാക്കുകളുണ്ടെങ്കിലും ഇപ്രപഞ്ചത്തിൽ താജ്മഹലും മാച്ചു പീച്ചുവിൻ്റെ ഉയരങ്ങളും ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡൻസും അടക്കമുള്ള വിശ്വാത്ഭുതങ്ങളെന്ന് കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിച്ചവ പ്രകൃതിയിൽ ഒരുപാടുണ്ടെങ്കിലും വിശ്വപ്രകൃതിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ അത്ഭുതം, ദ മോസ്റ്റ് വണ്ടർഫുൾ വണ്ടർ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ തോന്നിയിട്ടുള്ളൂ നമുക്കെല്ലാവർക്കും. അത് സ്വശരീരത്തിൽ മറ്റൊരു ജീവനെ പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കിനോളം പോന്ന ഒരത്ഭുതത്തെയും ഈ പ്രപഞ്ചം നമുക്കാർക്കും ഇതുവരെ ദർശനീയമാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ്. അനിലിൻ്റെ പുസ്തകം മീരയുടെ പെണ്ണുങ്ങൾ ശ്രീമതി KR മീരയുടെ പുസ്തകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ചിലതിനെ കേന്ദ്രീകൃതമാക്കി രചിച്ച മൗലികമായ നിരീക്ഷണങ്ങളുടെ സമാഹാരമാണ്. നമ്മൾ ഈ ഗ്ലോറിയ വാറ്റ്കിൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ സത്യത്തിൽ മീരയുടെ പെണ്ണുങ്ങൾ എന്ന തലക്കെട്ടിൽ PK അനിൽകുമാർ എന്ന് കാണുമ്പോൾ, കുറച്ച് മുമ്പ് പാർവതി ചേച്ചി ഈ 12-ാം തീയതിയുള്ള നമ്മുടെ പുസ്തക പ്രകാശനം നടത്തുന്നത് രണ്ടും ഏറ്റുവാങ്ങുന്നതും പുരുഷന്മാരാണല്ലോ, ഒരു സ്ത്രീപക്ഷ പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്ന് കണ്ടതുപോലെ ആണ് നമ്മുടെ റബേക്ക സോൾഡിറ്റ്സിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ആൻഡ് മെൻ എക്സ്പ്ലെയിൻഡ് മീ എവരിതിങ് എന്നാണ്. അതായത് സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ സാമൂഹിക അശ്ലീലമായി നിൽക്കുന്ന ഒരു കാലമുണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അനിലിൻ്റെ ചില ഒബ്സർവേഷനുകളും മീരയുടെ പുസ്തകത്തിലൂടെയുള്ള സഞ്ചാരങ്ങളും, ഒരു പുസ്തക പ്രകാശനം എന്നത് ഒരു പ്രഭാഷണ വേദിയല്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. കാരണം ഒരു കുഞ്ഞിൻ്റെ ജന്മദിനം പോലെ ഏറ്റവും മനോഹരമായ ഒന്നാണ്. പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകം നിരവധി പേരുടെ വായനകളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം പുസ്തക ചർച്ച നടക്കുമ്പോൾ മാത്രമാണ് ആ പുസ്തകത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ആവശ്യമാകുന്നത്. എങ്കിലും പുസ്തകത്തിലെ 3 കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ നീതിബോധം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം എന്തിനുണ്ടാകുന്നു എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നത്. എനിക്ക് ചരിത്രത്തെ ഭയമാണ്. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. യമുദ മന്ദഹസിച്ചു. പറഞ്ഞതിൽ ലേശം പിശകുണ്ടെന്ന് എനിക്ക് അപ്പോൾ തോന്നി. ചരിത്രത്തെ സ്ത്രീകൾക്കല്ല, ചരിത്രത്തിന് സ്ത്രീകളെയാണ് ഭയം. ചരിത്രം വല്ലാതെ കണ്ട് ഭയക്കുന്ന സ്ത്രീ എന്ന വാക്കിൻ്റെ കരുത്ത് ആകാശത്തോളം ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കരുതുന്നത് പോലെ ചരിത്രം ഭയം അടക്കുകയല്ല. ഭയമാണ് എപ്പോഴും എതിർപ്പിൻ്റെ, വെറുപ്പിന് കാരണമാകുന്നത്. ഭീതിയാൽ വെറുക്കപ്പെടുന്നവരായി ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ മാറുന്ന അത്യന്തം അപകടകരമായ ഒരു കാലത്തിൽ പ്രതിരോധിക്കുവാനുള്ള ഏത് മനുഷ്യൻ്റെയും, അതിപ്പോൾ തിരുവനന്തപുരത്തെ നിയമസഭാ പുസ്തകോത്സവത്തിലുള്ളവരല്ല, ഓസ്ട്രേലിയയിലെ ദ്വീപിലാകട്ടെ, ആഫ്രിക്കയിലെ കാട്ടിലാകട്ടെ, അറേബ്യയിലെ മരുഭൂമിയിലാകട്ടെ, എവിടെ ജീവിക്കുന്ന മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണ് അക്ഷരങ്ങൾ, വാക്കുകൾ. തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും തോരാതെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് ഈ കാലത്തിൻ്റെ ഏറ്റവും നൈയാമികമായ കടമയാണ്. കരിനീലയിലെ ഗീത പ്രണയത്തിൻ്റെ ലാവണ്യശാസ്ത്രം കണ്ടെത്തുന്നതിനെ അനിലിൽ ഓർത്തെഴുതുന്നുണ്ട്. പുരുഷൻ ചുണ്ടുകൊണ്ട് ചുംബിക്കരുത്, ആത്മാവ് കൊണ്ട് ചുംബിക്കണം. ഓരോ ജന്മത്തിലും ഞാനത് അയാളെ പഠിപ്പിച്ചതാണ്. പാവം ഒക്കെ മറന്നു, വീണ്ടും ഓർമ്മിപ്പിക്കണം. ചുണ്ടുകൾ കൊണ്ട് മാത്രം ചുംബിക്കുന്ന പുരുഷന്മാരുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർണ്ണനകൾക്ക് വിധേയപ്പെടാനുള്ളത് മാത്രമാകുന്ന സ്ത്രീകളുടെ ഒരു കാലത്തിൽ. അത് പുരുഷനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിലോ ഒരു പ്രത്യേക നാട്ടിലോ ഉള്ള പുരുഷനല്ല. ചുംബനം എന്ന ആലങ്കാരികമായ അല്ലെങ്കിൽ പ്രതീകാത്മകമായ ഒരു പ്രയോഗമായി അതിനെ കണ്ടുകൊണ്ട് പറയുന്നു എന്നതേയുള്ളൂ. അതിനപ്പുറത്ത്
ചുംബന ശേഷമുണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓസ്കുലേഷൻ എന്ന കേവലമായ അർത്ഥത്തിലല്ല ഞാൻ ചുംബനത്തെ പറഞ്ഞത്. സ്ത്രീ സാമീപ്യത്തിനോ, സ്ത്രീ പരിചിതത്തിനോ, സ്ത്രീ സൗഹൃദത്തിനോ, സ്ത്രീ അടയാളങ്ങൾക്കോ ഒക്കെ ശേഷമുണ്ടാകുന്ന ഒരു കാലമുണ്ട്. KR മീര എന്ന കഥാകാരിയാകട്ടെ, PK അനിൽകുമാർ എന്ന എഴുത്തിൻ്റെ വരികൾക്കകത്തുള്ള കവിത തിരയുന്ന സഞ്ചാരിയാകട്ടെ, ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരാകട്ടെ, അല്ലെങ്കിൽ നമ്മളാകട്ടെ, നമ്മളൊക്കെ തന്നെയും ഇതിനപ്പുറം, ഈ പരിചിതത്വത്തിനപ്പുറം വേട്ടയാടപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് കൂടി സംസാരിക്കണം. അത് ഒരു ദിവസമോ ഒരു നിമിഷമോ മാത്രമല്ല, ഓരോ നിമിഷവും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അക്ഷരങ്ങളിലും പുസ്തകത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും കേവലമായ ചങ്ങാതി വട്ടം പറച്ചിലുകളിലുമൊക്കെ ഓരോ നിമിഷവും വസ്ത്ര ആക്ഷേപത്തിന് വിധേയയാക്കപ്പെടുന്ന നമ്മുടെ സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഒരൊറ്റ എന്താ പറയുക, ഈ ഇൻവെർട്ടഡ് കോമകൾക്കകത്ത് ഇന്ന് പൊതുവായി വിശേഷിപ്പിക്കപ്പെടുന്ന അതിജീവിത എന്ന സാമാന്യ നാമമായി കഴിഞ്ഞ മലയാള പദത്തിനെക്കുറിച്ചോർത്ത് സ്വയം വായിച്ചുച്ചത്തിൽ ഗീർവാണം പറയുകയും പിന്നെ ഉള്ളുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്ന അധമ മനസ്സിൻ്റെ അടിമകളായി ഞാനും നിങ്ങളും അടങ്ങുന്ന പുരുഷന്മാർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഒരു പുസ്തക പ്രകാശനമാകട്ടെ, ഒരു പൊതുവേദിയിലെ ഭാഷണമാകട്ടെ, ഒരു സിനിമാ പ്രവർത്തനമാകട്ടെ, ഒരു പാട്ട് പോലും അതിജീവിക്കപ്പെടുന്ന ഓരോ വനിതയും അടിച്ചമർത്തലിൽ നിന്ന് പൊരുതി മുകളിലേക്ക് ഉയരുമ്പോൾ അവളുടെ കൈയോട് കൈ ചേർത്ത് ഉയർത്തിപ്പിടിക്കുവാനുള്ള മനുഷ്യരുടെ ഐക്യദാർഢ്യത്തിൻ്റെ വിളംബരമാകണം എന്നതാണ് മീരയുടെ പെണ്ണുങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിൽ ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു പുരുഷനും എഴുതാൻ ധൈര്യപ്പെടാത്ത ഒരു നോവൽ എഴുതുക എന്നത് തൻ്റെ ഒരു കാലത്തെ ആവർത്തിച്ചുള്ള സ്വപ്നമായിരുന്നുവെന്ന് ഒരഭിമുഖത്തിൽ KR മീര പറഞ്ഞതും അനിൽ ഓർത്തെടുക്കുന്നു. ഒരു പുരുഷനും എഴുതാൻ ധൈര്യപ്പെടാത്ത നോവൽ എഴുതുക എന്നത് KR മീരയുടെ സ്വപ്നം. ഒരു പുരുഷനും ഒരിക്കലും വായിക്കാൻ ധൈര്യപ്പെടാത്ത ഒരൊറ്റ നോവലിൻ്റെ പേര് എനിക്കറിയാവൂ. ആ നോവലിൻ്റെ പേര് സ്ത്രീ എന്ന് തന്നെ. മീരയുടെ പെണ്ണുങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടെ പ്രകാശനം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ R പാർവതി ദേവിയെ ക്ഷണിക്കുന്നു. നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ ദീർഘമായ പ്രഭാഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ട PK അനിൽകുമാർ, ഏറ്റവും പ്രിയങ്കരിയായ KR മീരയുടെ പെൺ കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അതിനോടുള്ള ഐക്യദാർഢ്യവും അവരോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഈ മൈക്കിൻ്റെ മുന്നിൽ 2 മിനിറ്റ് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. തീർച്ചയായിട്ടും ഇവിടെ GS പ്രദീപ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻനിര എഴുത്തുകാരിൽ ഒരാളാണ് KR മീര. ആ KR മീരയുടെ പുസ്തകങ്ങൾ വേണ്ടത്ര രീതിയിൽ വായിക്കപ്പെടുന്നുണ്ടെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്. അത് മീരയുടെ മാത്രമല്ല, പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നു വരുന്ന വളരെ കാഷ്വലായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന പഠനങ്ങളും ആസ്വാദനങ്ങളും അങ്ങനെ ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. വളരെ ആഴത്തിലുള്ള പഠനങ്ങളോ ഏത് പ്രധാനപ്പെട്ട പുസ്തകത്തെക്കുറിച്ചും മലയാളത്തിൽ ലഭ്യമായിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പൊതുവേ വളരെ ശുഷ്കമായ, വളരെ വിരസമായ, വളരെ സംക്ഷിപ്തമായ ചില പരാമർശങ്ങളിലൂടെ പഠനങ്ങളെല്ലാം അവസാനിക്കുന്നു ആണ് കാണുന്നത്. പക്ഷേ അക്കാദമിക് തലത്തിൽ തീർച്ചയായും കുറച്ചുകൂടി കാര്യമായി തന്നെ ഇത്തരം പോപ്പുലർ റൈറ്റിംഗ്, ഇത്തരം ജനകീയമായ, ഇത്തരം വളരെ പ്രശസ്തമായ എഴുത്തുകൾ പഠിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും KR മീരയുടെ കഥാപാത്രങ്ങൾ, നമുക്കറിയാം, മീരയുടെ സ്ത്രീ കഥാപാത്രങ്ങളാകട്ടെ മറ്റ് കഥാപാത്രങ്ങളാകട്ടെ, അവർ കസേര വലിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നവരാണ്. ഒരിക്കലും പിന്നെ അവർ നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാത്തവരാണ്. വളരെ സ്ത്രീയുടെ എന്ന് മാത്രമല്ല, മീരയുടെ കഥാപാത്രങ്ങളുടെയും മീരയുടെ നോവലുകളുടെയും ഒരു പ്രത്യേകത, അങ്ങനെ ആയിരിക്കണം എല്ലാ സവിശേഷമായ കഥകളും എങ്കിൽ പോലും നമുക്കറിയാം, ഇവിടെ ലളിതാംബിക അന്തർജനം ഉണ്ടായിരുന്നു, മാധവിക്കുട്ടി ഉണ്ടായിരുന്നു, സാറ ജോസഫ് ഉണ്ട്. ഇങ്ങനെ ഒരുപക്ഷെ സ്ത്രീപക്ഷമായ എഴുത്തുകൾ, ഫെമിനിസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയാവുന്ന തന്നെ നിരവധി എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മീരയുടെ എഴുത്ത് എന്ന് പറയുന്നത്
തികച്ചും സവിശേഷമായ ഒരു പാത വെട്ടി തുറക്കാൻ മീരയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്നുമായിട്ടും ബന്ധമില്ലാതെ, മറ്റൊന്നുമായും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അതൊരു സ്ത്രീപക്ഷമായ വഴിയായിരിക്കുമ്പോൾ തന്നെ ഇതുവരെ വെട്ടിയ വഴികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പുതിയ വഴി വെട്ടി തുറക്കാൻ മീരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്ത്രീപക്ഷം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഭാഷയുടെയും ഘടനയുടെയും ഉള്ളടക്കത്തിൻ്റെയും പ്രമേയത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ രചനകൾ മീര മലയാളി വായനക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിർജീനിയ വൂൾഫ് മുതൽ ബെൽ ഹുക്സ് വരെയുള്ള എഴുത്തുകാർ, സ്ത്രീകൾ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീ എങ്ങനെയാണ്, സ്ത്രീ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് സ്ത്രീകളുടെ എഴുത്ത് ഒരു ആയുധമായി മാറുന്നത്, ഇതൊക്കെ ഇവരെല്ലാവരും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ അനിലിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാനത് അനിലിനോട് തന്നെ പറയുകയായിരുന്നു. മീരയുടെ പെണ്ണുങ്ങളെക്കുറിച്ചായിരിക്കുമ്പോഴും ഇത് മീരയുടെ പെണ്ണുങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇത് പൊതുവിൽ സ്ത്രീയും സാഹിത്യവും എന്ന വളരെ വിശാലമായ ആ ഒരു വിഷയത്തെ തന്നെ അനിൽ ഇതിൽ അഭിസംബോധന ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ആമുഖം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീ സാഹിത്യ ചരിത്രത്തിൻ്റെ ഒരു സംക്ഷിപ്തമാണ്. വളരെ അതൊരു ഏറ്റവും സംഗതമായിട്ടുള്ള, ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അന്ന് വിർജീനിയ വൂൾഫ് 1928 സ്വന്തമായൊരു മുറിയെക്കുറിച്ച് എഴുതുകയും അത് പിന്നീട് തലമുറകൾ അത് ആവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇപ്പോഴും ആ വിർജീനിയ വൂൾഫ് ഉൾപ്പെടെ പ്രസക്തമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരുപക്ഷെ വിസ്മയകരവും ഒരുപക്ഷെ അത്രയേറെ അഭിമാനിക്കാൻ വകയില്ലാത്തതുമായ ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഒരു 10-30 വർഷം മുമ്പ് പെണ്ണെഴുത്ത് എന്നൊരു സംജ്ഞ, അത് യഥാർത്ഥത്തിൽ സാറാ ജോസഫിൻ്റെ ഒരു പുസ്തകത്തിന് സച്ചിദാനന്ദൻ മാഷ് എഴുതിയ മുഖവരിയിലൂടെയാണ്, അവതാരികയിലൂടെയാണത് അങ്ങനെ ഒരു പേര് കടന്നു വന്നത്. അപ്പോൾ അന്ന് നമുക്കറിയാം ഫ്രഞ്ച് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഹെലൻ സിസുവിനെ പോലെയുള്ളവരുടെ എഴുത്തുകളിലൂടെയാണ് അങ്ങനെ ഒരു സംജ്ഞ, അങ്ങനെ ഒരു പ്രയോഗം കടന്നു വന്നത്. ഞങ്ങളൊക്കെ അതിനു വേണ്ടി നിൽക്കുന്നവരായിരുന്നു. ധാരാളം വലിയ കോലാഹലം, വലിയ വിവാദങ്ങൾ അന്ന് പെണ്ണെഴുത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പക്ഷെ അന്നും യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ, ആവശ്യമായ രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയാറുണ്ട് പട്ടി ആണ് എന്ന് പറഞ്ഞാൽ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് എന്നതിനെയും ഒരുപക്ഷെ ഫെമിനിസം എന്ന വാക്കിനെയും ഒക്കെ തന്നെ വളരെ ആക്ഷേപകരമായ രീതിയിൽ ഇപ്പോഴും ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പ്രയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അനിൽകുമാറിനെ പോലെ ഒരു സാമൂഹ്യ ബോധമുള്ള, കൃത്യമായ രാഷ്ട്രീയ സൂക്ഷ്മതയുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ 12ാമത്തെയോ 13ാമത്തെയോ പുസ്തകമാണിത്. ഇത് ഇത്തരത്തിൽ സ്ത്രീപക്ഷമായ വീക്ഷണത്തോടു കൂടി ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഫെമിനിസ്റ്റ് ലെൻസോട് കൂടി എന്തൊക്കെ കുറ്റം ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ വളരെ കാര്യമായി നോക്കി. ഒരു പുരുഷനാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന്. പക്ഷേ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്ത്രീകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പൊതു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയമുള്ള അനിൽകുമാർ വളരെ കൃത്യമായി തന്നെ പെണ്ണെഴുത്തിനെക്കുറിച്ചും കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ സ്ത്രീകളെക്കുറിച്ചും ലോക സാഹിത്യത്തിലെ സ്ത്രീകളെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചുകൊണ്ട് വളരെ മനോഹരമായി, വളരെ ലളിതമായി, എന്നാൽ പണ്ഡിതോചിതമായി ഒരു പുസ്തകമാണ് രചിച്ചിരിക്കുന്നത്. അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷവും നന്ദിയും സ്നേഹവും എല്ലാവരുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പുസ്തക പരിചയം നടത്തുന്നതിനായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ എൻ നൗഫലിനെ ക്ഷണിക്കുന്നു. സമയം കുറവാണ് എന്നറിയാം, പെട്ടെന്ന് തന്നെ വർത്തമാനം അവസാനിപ്പിക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള, മീരയുടെ സ്ത്രീകളെ പറ്റി മാത്രമുള്ള ഒരു പുസ്തകമല്ല എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ബുദ്ധിയുള്ള ആണുങ്ങളെ മാത്രം പ്രണയിക്കണം, ബുദ്ധിയില്ലാത്ത ആണുങ്ങളെ പ്രണയിക്കരുതെന്ന് 1950കളിൽ എഴുതിയ സരസ്വതി അമ്മയുണ്ട്. വിർജീനിയ വൂൾഫിൻ്റെ ഒരു മുറി എന്നുള്ള സങ്കല്പത്തിന് പുറത്ത് അവർ ഭംഗിയായി എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് അവരുടെ നഗരത്തിലെ ലൈബ്രറിയിൽ പോകുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ലൈബ്രറി അവരെ കിടുകിടാ വിറപ്പിച്ച ഓർമ്മ ഈ പുസ്തകത്തിലുണ്ട്. ഒരു മഞ്ഞ പൂക്കൾ തുന്നിയ ജട്ടി ഇട്ടുകൊണ്ട് 10ാമത്തെ വയസ്സിൽ സ്വന്തം അച്ഛനാൽ
ഉപേക്ഷിക്കപ്പെടുകയും ഒരു മരംവെട്ടുകാരനായ പീഡോഫീലിനാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത രാധികയടക്കം ഒരുപക്ഷെ കേരളത്തിൻ്റെ ഓർമ്മയിൽ നിരന്തരം ആവർത്തിച്ചു വരുന്ന നിരവധി കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ കേവലമായി മീരയുടെ പെണ്ണുങ്ങളുടെ ആഴങ്ങളെയും വൈകാരിക വിചാര ലോകത്തെയും തിരയുക എന്നതിന് പുറത്ത് സ്ത്രീകളെ ചരിത്രം എങ്ങനെയാണ് സമീപിക്കുന്നത്, സ്ത്രീകളെ മതം എങ്ങനെയാണ്, സമൂഹം എങ്ങനെയാണ്, കുടുംബം എങ്ങനെയാണ്, സദാചാര സങ്കല്പങ്ങൾ എങ്ങനെയാണ്, സ്ത്രീയെ രാഷ്ട്രീയം എങ്ങനെയാണ്, സ്ത്രീയെ അധികാരം എങ്ങനെയാണ്, സ്ത്രീയെ ഭാഷ എങ്ങനെയാണ് സമീപിക്കുകയും തകർക്കുകയും പൊളിക്കുകയും ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ആഴമുള്ളൊരു വായനയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി എനിക്ക് തോന്നുന്നു. ഒരു ഫെമിനിസ്റ്റായ പുരുഷൻ എഴുതിയ പുസ്തകമൊന്നുമല്ല ഇത്. പകരം ഒരു ഫെമിനിസ്റ്റ് ആകണം എന്ന തീർച്ചയുള്ള, തിരുത്താൻ ഒരുപാടുണ്ട് എന്ന് നിരന്തരം തുറന്നു പറയാൻ കഴിയുന്ന മീരയുടെ പുസ്തകങ്ങളാണ്, മീരയുടെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളാണ് എന്നെ പ്രണയിക്കാനും മെച്ചപ്പെട്ടൊരു പുരുഷനാകാനുമുള്ള രാസത്വരകമായി എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്ത്രീബോധമുള്ള ഒരു പുരുഷനാണ് ഈ പുസ്തകത്തെ നിർമ്മിച്ചത് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു മീരയുടെ പെണ്ണുങ്ങൾ എന്നതിൽ പുറത്ത് KR മീര എന്ന എഴുത്തുകാരിക്ക് മലയാള സാഹിത്യം, മലയാള ഭാഷ നൽകുന്ന ഉദാത്തമായൊരു സമ്മാനവും ഭാഷയിൽ എങ്ങനെയാണ് ഫെമിനിസം പ്രവർത്തിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ഗവേഷകർക്ക് ഒരു കൈപ്പുസ്തകവുമാണ് ഈ പുസ്തകം എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേരുന്നു. പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ PK അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സമാന ഹൃദയരെ, എൻ്റെ 12ാമത്തെ പുസ്തകങ്ങളാണ് മീരയുടെ പെണ്ണുങ്ങൾ. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആർത്തവ രക്തത്തിൽ നിന്നാണെന്ന് പറഞ്ഞത് ജൂലിയൻ റിച്ചാണ്. അതിനോട് അനുരൂപമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു നിരീക്ഷണമാണ് പാർവതി സഖാവ് പറഞ്ഞ ഹെലൻ സിസുവിൻ്റെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോക വ്യവസ്ഥയുടെ കീഴിൽ സ്ത്രീകൾ ജീവനോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്നത്. ഒരു കുടുക്കുകൊണ്ട് ജീവിതത്തെ അനശ്വരമാക്കിയ ആരാച്ചാരിലെ ചേതന മുതലുള്ള മീരയുടെ പെണ്ണുങ്ങളാണ് യഥാർത്ഥത്തിൽ പെൺജീവിതത്തിൻ്റെ സ്വത്വ സംഘർഷങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്ക് നൽകിയത്. ഈ തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ കൊളുത്തിയ വെളിച്ചത്തിൽ ഞാൻ സ്വയം ജ്ഞാനസ്നാനപ്പെടുകയായിരുന്നു. മീരയുടെ കഥാപാത്രങ്ങളെ പലതും വായിച്ചപ്പോഴാണ് എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് വിരഹിക്കേണ്ടതെന്നുള്ള ഉൾക്കാഴ്ച എനിക്ക് ലഭിച്ചത്. മറ്റൊരർത്ഥത്തിൽ മീരയുടെ പെണ്ണുങ്ങൾ പെണ്ണനുഭവ ലോകങ്ങളുടെ ഇരുണ്ട താഴ്വരകൾ മാത്രമല്ല, ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇരുണ്ട ഗഹ്വരങ്ങൾ കൂടി എനിക്ക് മുൻപിൽ തുറന്നിട്ടു. ഒരുപക്ഷെ മീര താൻ ഒരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്നില്ല, പക്ഷേ ഫെമിനിസത്തെക്കുറിച്ച് സാറാ ജോസഫ് പറഞ്ഞ ലിംഗകേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയുടെ കീഴിൽ നിർഭയമായി എഴുതാൻ കഴിയുക എന്നുള്ളതാണ് ഫെമിനിസത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ചരിത്രവൽക്കരിക്കപ്പെട്ട, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മീരയുടെ എഴുത്തുകളെ, കഥാപാത്രങ്ങളെ അടയാളപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അദമ്യമായ ഒരു ഫലശ്രുതിയാണ് ഈ പുസ്തകം. നന്ദി പറയുക എന്നുള്ള സാംസ്കാരിക കർമ്മമാണ് ഇനിയുള്ളത്. ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും എല്ലാം തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. എങ്കിൽ പോലും ഒരു സാംസ്കാരിക കർമ്മമാണ് നന്ദി എന്നുള്ളതുകൊണ്ട് അലസതയുടെ ഇടവേളകളിൽ പോലും ഷാർജ പുസ്തകോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിരന്തരം ഒരു ഒഴിയാബാധ പോലെ എത്തിയ സംഗീതയുടെ വിളികൾ, പ്രസാധകയായ സംഗീത, ഇത് പ്രകാശനം ചെയ്തത് തൈക്ഷണികതയുടെ സൂര്യതേജസ് എന്നുള്ള വാക്കുകൾക്കെല്ലാം അപ്പുറം 3 പതിറ്റാണ്ടായി വാക്കുജീവിതം കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഹൃദയ സഹയാത്രികൻ GS പ്രദീപ്, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിവർത്തകയ്ക്കുള്ള പുരസ്കാരം കൂടി നേടിയ, ഇരകൾക്ക് ചരിത്രകാരന്മാരില്ലാത്തിടത്തോളം വേട്ടയുടെ കഥകൾ പൊലിപ്പിക്കപ്പെടുന്ന ഒരു മാധ്യമ പരിസരത്തിൽ ഇരകൾക്ക് വേണ്ടി, നിസ്വപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർവതി ദേവി, ഈ പുസ്തകത്തിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരുന്ന പുക്കാസായുടെ ജില്ലാ സെക്രട്ടറിയും കവിയുമായ രാഹുൽ, പുസ്തകത്തെ ഹ്രസ്വമായ വാക്കുകളെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് വചന തീർത്ഥാടനം നടത്തിയ അനുജൻ പ്രിയപ്പെട്ട നൗഫൽ,
ഈ സദസ്സിലിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഗമായ CM വിത്തുമയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാറ്റിലും ഉപരിയായി ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ഒരു നിമിഷത്തിൽ നിന്ന് അക്ഷരങ്ങളിലൂടെ പുനർജനി തന്ന് ഈ വേദി വരെ എന്നെ എത്തിച്ച കാലത്തിൻ്റെ ഉദാരതയ്ക്കും നന്ദി, നമസ്കാരം. ഓർമ്മയുടെ ഞരമ്പിൻ്റെ ഒടുവിൽ വൃദ്ധ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഞരമ്പ് തപ്പിപ്പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ ആ ഓർമ്മയുടെ ഞരമ്പിൻ്റെ തേടൽ ഈ പുസ്തകത്തിനെ വായിക്കുന്ന മനുഷ്യരിലെല്ലാം പടരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് 4 മിനിറ്റ് ബാക്കിയാക്കി മാതൃകാപരമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.